ഹായ് ഫ്രണ്ട്സ്, കമലഹാസനും ജയനും അഭിനയിച്ച 5 സിനിമകളെക്കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. സാഹസിക രംഗങ്ങളിൽ വളരെയധികം ആത്മാർത്ഥത കാണിച്ച ഒരു നടനായിരുന്നു ജയൻ. ജയനെ പോലെ തന്നെ സാഹസിക രംഗങ്ങളിൽ വളരെയധികം ആത്മാർത്ഥത കാണിച്ച ഒരു നടനാണ് കമലഹാസൻ. കോളിളക്കം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടാണ് ജയൻ മരിക്കുന്നത്. ആ മഹാനടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത മികച്ച ഒരു ചിത്രമാണ് ഓർമ്മകൾ മരിക്കുമോ. കമലഹാസനും ജയനുമൊപ്പം ശോഭയും വിധുബാലയും 2 മികച്ച വേഷത്തിലാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു പുനർജന്മത്തിൻ്റെ കഥ വളരെ മനോഹരമായിട്ടാണ് കെ.എസ്. സേതുമാധവൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശോഭയ്ക്ക് കേരള സർക്കാരിൻ്റെ മികച്ച 2ാമത്തെ നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോമൻ, ടിയ റോമന, പൂജപ്പുര രവി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിൽ വിധുബാലയുടെ കഥാപാത്രമായ പാർവതി കൊല്ലപ്പെടുകയും പിന്നീട് അമ്മിണി എന്ന ഒരു പെൺകുട്ടിയിൽ പുനർജനിക്കുകയും ചെയ്യുന്നതാണ് കഥ. അമ്മിണി എന്ന കഥാപാത്രം ശോഭ വളരെ ഉജ്ജ്വലമാക്കിയിട്ടുണ്ട്. പാർവതിയുടെ സഹോദരനായി ജയനും ഭർത്താവായി കമലഹാസനുമാണ് അഭിനയിച്ചിട്ടുള്ളത്. സംവിധായകൻ്റെ മികച്ച അവതരണ ശൈലി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട മികച്ച ഒരു ചിത്രം തന്നെയാണ് ഓർമ്മകൾ മരിക്കുമോ. കമലഹാസനും ജയനും സെറീന വഹാബും അഭിനയിച്ച മികച്ച ഒരു ചിത്രമാണ് 1978 എൻ. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മദനോത്സവം എന്ന ചിത്രം. ഈ ചിത്രം അന്ന് പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ച ഒരു പ്രണയ ചിത്രമായിരുന്നു. സലീൽ ചൗധരിയും ONV കുറുപ്പും ചേർന്ന് തയ്യാറാക്കിയ മികച്ച ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. മാടപ്രാവേ വാ ഒരു കൂടുകൂട്ടാൻ വാ, സന്ധ്യേ കണ്ണീരിതന്തേ, മേലെ പൂമല, ഈ മലർ കന്യകൾ, സാഗരമേ ശാന്തമാകനി എന്നീ തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. കമലഹാസനും സെറീന വഹാബും മികച്ച അഭിനയമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ അടൂർ ബാസി, തിക്കുറിശി, ശങ്കരാടി തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. ജയൻ 1-2 സീനിൽ ഒരു ഡോക്ടറുടെ വേഷത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അക്കാലത്ത് യുവാക്കളുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രണയ ചിത്രമായിരുന്നു മദനോത്സവം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ചിത്രം തന്നെയാണത്. ആയിരത്തി 1977 നടൻ അടൂർ ബാസി സംവിധാനം ചെയ്ത ഒരു നല്ല ചിത്രമാണ് ആദ്യപാഠം. കമലഹാസൻ, ജയൻ, ഷീല, ശ്രീദേവി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. ശ്രീകുമാരൻ തമ്പി, A.T. ഉമ്മർ ആണ് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, കരയിച്ചുകൊണ്ടേ മരിക്കുന്നു, വിടർന്നാൽ കൊയ്യാത്ത വസന്തമുണ്ടോ എന്ന മനോഹരമായ ഗാനം യേശുദാസ് ചിത്രത്തിൽ ആലപിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പോപ്പുലറായ പുഷ്പമംഗല്യ രാത്രിയിൽ എന്ന ഒരു ഗാനവും ഇതിലുണ്ട്. അടൂർ ബാസി സംവിധാനം ചെയ്ത മികച്ച ഒരു ചിത്രമാണ് ആദ്യപാഠം. അടൂർ ബാസി വേറെയും 2 പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അച്ചാരം അമ്മണി ഓശാരം ഓമന, വേറൊന്ന് രഘുവംശം എന്ന ചിത്രമാണ്. കമലഹാസനും ജയനും അഭിനയിച്ച മറ്റൊരു ചിത്രമാണ് IV ശശി സംവിധാനം ചെയ്ത ഒരു കമലഹാസൻ ജയൻ ചിത്രമാണ് അനുമോദനം. KP ഉമ്മർ, സോമൻ, രാഘവൻ, സീമ, വിധുബാല തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. IV ശശിയുടെ മികച്ച ഹിറ്റായ ഒരു കുടുംബ ചിത്രമാണ് അനുമോദനം. A.T. ഉമ്മർ, യേശുദാസ്, ബ്രഹ്മാനന്ദൻ തുടങ്ങിയവരാണ് ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.